ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത റിമാൻഡിൽ തുടരും, ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അതായത് വളരെ വിശദമായി തന്നെ വാദം കേട്ടു. ഇപ്പോൾ അതിൽ കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല എന്നുള്ളതാണ്. അതിൽ കോടതിയുടെ തീരുമാനം റിമാൻഡിൽ കഴിയും ബോബി ചെമ്മണ്ണൂർ എന്നുള്ളതാണ്. നേരത്തെ വിശദമായ വാദം കേൾക്കുമ്പോൾ അതിൽ പലതരത്തിൽ വാദമുഖങ്ങൾ നമ്മൾ കേട്ടതാണ്. പ്രതിഭാഗം പറയുന്നത് ഒരു തരത്തിലും ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടില്ല, അതെല്ലാം വരുന്ന വ്യാഖ്യാനങ്ങൾ മാത്രമാണ് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാദം. താൻ ഏത് ഘട്ടത്തിലും വിളിച്ചാൽ വരാൻ തയ്യാറാണ് എന്നുള്ളതടക്കം. എന്നാൽ ഇപ്പോൾ കോടതി തീരുമാനം, ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, അങ്ങനെ വലിയ തിരിച്ചടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. എന്താണ് കോടതിയുടെ ഉത്തരവ്? അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. ഈ ഹണി റോസ് നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യാൻ തീരുമാനമായിരിക്കുന്നു. അതായത് ബോബി ചെമ്മണ്ണൂർ ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന പ്രോസിക്യൂഷന്റെ വാദം പ്രാഥമികമായി തന്നെ കോടതി അംഗീകരിച്ചിരിക്കുന്നു. ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഈ കേസിൽ റിമാൻഡിലായിരിക്കുന്നു. ബോബി ജയിലിലേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിരിക്കും ഇത്തരത്തിലൊരു സംഭവത്തിൽ ഒരു വ്യവസായ പ്രമുഖൻ ജയിലിലേക്ക് പോകുന്നത്. പല വാദങ്ങളും പ്രതിഭാഗം ഉന്നയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് ബോബിക്ക് വേണ്ടി പ്രമുഖരായ വക്കീലുകൾ അടക്കം എത്തിയിട്ട് പോലും ബോബിയെ ഈ അഴിയിൽ നിന്ന് രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിർണായകമായ നീക്കം പോലീസ് നടത്തി. അതായത് കൃത്യമായ ഫ്രെയിമിംഗ്, റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഫ്രെയിം ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് നടത്തി. അതിന്റെ എല്ലാം ഫലമാണ് ഈ പ്രോസിക്യൂഷൻ നടപടി. പ്രോസിക്യൂഷൻ നടപടി ആവശ്യം അംഗീകരിക്കാൻ കോടതി തയ്യാറായി. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വസ്ഥം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ റിമാൻഡ് എന്ന നടപടിക്ക് ശേഷം ദേഹാസ്വസ്ഥം ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട നടപടി ബോബി ചെമ്മണ്ണൂർ റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു ബോബി ചെമ്മണ്ണൂർ ഈ കേസിൽ ജാമ്യം ലഭിച്ചു പോയാൽ കേസിന്റെ എല്ലാ സാധ്യതകളും അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വാധീനമുള്ള ആളാണ്. ഈ കേസിൽ ബോബി തെറ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായ ദ്വയാർത്ഥ പ്രയോഗം അടക്കം നടത്തിയിട്ടുണ്ട്. കോടതിയുടെ എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ വിഷ്ണു? അനുജ, നിലവിൽ അത്തരത്തിലൊരു പരാമർശമില്ല. റിമാൻഡിൽ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഇനി വിശദമായ ഓർഡർ വരുമ്പോഴായിരിക്കും ഏത് സാഹചര്യത്തിലാണ് ജാമ്യം റദ്ദ് ചെയ്ത് റിമാൻഡിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായതെന്നെല്ലാം വിശദീകരിക്കുക. നിലവിൽ ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദങ്ങൾ പ്രാഥമികമായി കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകുകയാണെങ്കിൽ കേസിന്റെ മെറിറ്റ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രതികളെ, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ട്. ഡിജിറ്റൽ തെളിവ് അടക്കം നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിരവധി വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒപ്പം ഇതിൽ കൃത്യമായ ഒരു സൈബർ ലിഞ്ചിങ് അല്ലെങ്കിൽ ഈ BNS 75 പ്രകാരമുള്ള കുറ്റം നടന്നിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. അതിന്റെ എല്ലാം സാധ്യതകൾ കോടതി പരിഗണിച്ചു. ഈ ഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് കോടതി എത്തി. ആ ഒരു പശ്ചാത്തലത്തിലാണ് ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലേക്ക് പോകുന്നത്. ഇന്ന് തന്നെ ബോബിയുടെ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെങ്കിലും ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കില്ല. അതൊരു പക്ഷേ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ടായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കുക. ബോബി ചെമ്മണ്ണൂരിന് ഇന്നലെ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഇന്ന് അത് ജയിലിൽ കഴിയേണ്ട സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകൻ ഹാജരായിട്ടും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല, ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിൽ കുറെ വാദമുഖങ്ങൾ ബോബി ചെമ്മണ്ണൂർ നിരത്തിയല്ലോ വിഷ്ണു. ദൃശ്യങ്ങൾ കോടതി പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വാദമുഖങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നത് ഈ ദൃശ്യങ്ങളിൽ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അനുജ, ഈ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് കോടതി ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ വിശദമായ വാദത്തിലേക്ക് കടന്നിരുന്നില്ല. കോടതി ഈ കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട വാദത്തിലേക്ക് കടന്നില്ല. ആ ഘട്ടത്തിൽ തന്നെ ഒരു സൂചന ഉണ്ടായിരുന്നു. അതായത് മെറിറ്റിലേക്ക് കടക്കാത്ത പശ്ചാത്തലത്തിൽ ജാമ്യാപേക്ഷയിൽ കോടതി അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മളും കരുതിയിരുന്നില്ല. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. മെറിറ്റിലേക്ക് കടക്കാത്ത പശ്ചാത്തലത്തിലാണ് ഈ റിമാൻഡ് അടക്കമുള്ള നടപടിയിലേക്ക് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് കസ്റ്റോഡിയൽ ഇന്റർഗേഷൻ വേണമെന്ന പോലീസിന്റെ ആവശ്യം ഇനി അംഗീകരിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. പോലീസ് കസ്റ്റോഡിയൽ ഇന്റർഗേഷന് വേണ്ടിയുള്ള ദിവസം
ദിവസം എത്ര ദിവസം വേണമെന്ന് ആവശ്യപ്പെടും. അതിനുശേഷമായിരിക്കും അതും ഒരുപക്ഷെ കോടതി അംഗീകരിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിന് ഒരു ഗുരുതര സ്വഭാവമുണ്ട്. നേരത്തെയുള്ള IPC 354 വകുപ്പ് പ്രകാരമല്ല ഈ കേസ് എടുത്തിരിക്കുന്നത്. നിലവിൽ BNS 75 പ്രകാരം ഗുരുതരമായ കുറ്റം ബോബി ചെമ്മണ്ണൂർ ചെയ്തിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർ നിരന്തരം ഹണി റോസിനെ വേട്ടയാടി ഈ തുടങ്ങിയ ആരോപണങ്ങൾ എല്ലാം, അല്ലെങ്കിൽ ഈ തെളിവ് സഹിതം ഈ ആരോപണങ്ങളൊക്കെ പോലീസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളൊക്കെ അതിൽ ഏതൊക്കെയോ തലത്തിൽ പ്രാഥമികമായി കഴമ്പുണ്ട് എന്ന് കോടതിക്ക് മനസ്സിലായ പശ്ചാത്തലത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ സാധാരണഗതിയിൽ ഈ ഇത്തരത്തിൽ കേസ് വരുമ്പോൾ ജാമ്യം ലഭിക്കാറുണ്ട്. നേരത്തെ ഈ ഷാജി അടക്കമുള്ള ആളുകൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു, സൈബർ ആക്ട് അടക്കമുള്ള. പക്ഷേ ഇവിടെ ഒരു ഉന്നതനാണ്, ഈ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ആളാണ്, വിദേശത്തേക്കടക്കം കടന്നു പോകാനുള്ള സാധ്യതയുള്ള ആളുകളാണ്. അത്തരം സാഹചര്യങ്ങളൊക്കെ തുറന്നു കാട്ടിയായിരുന്നു പ്രോസിക്യൂഷൻ ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. ആ ആവശ്യം നിലവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തു. അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം ഇവിടെ നിന്ന് സബ് ജയിലിലേക്കായിരിക്കും ഒരുപക്ഷെ കൊണ്ടുപോകുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ജാമ്യാപേക്ഷ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ഉടൻ സമർപ്പിക്കും. അത് അടുത്ത ദിവസം പരിഗണിക്കുകയും ചെയ്തു. ഈ കേസിൽ ഉണ്ടായിരുന്ന ഒരു അസാധാരണ വേഗത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് മിനിഞ്ഞാന്ന് വൈകിട്ടോടുകൂടിയാണ് ഹണി റോസ് പരാതി നൽകുന്നത് ബോബി ചെമ്മണ്ണൂരിനെതിരെ. പരാതി നൽകി 2-ാം മണിക്കൂറിൽ പോലീസ് കേസെടുത്തു. കേസെടുത്തതിന് തൊട്ട് പിന്നാലെ 9 മണിയോടുകൂടി അനൂപ് ചാക്കോയുടെ നേതൃത്വത്തിലുള്ള ടീം വയനാട്ടിലേക്ക് പോകുന്നു. കൃത്യം രാവിലെ 9 മണിയോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെ വയനാട് നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, ബോബി ചെമ്മണ്ണൂരും ഇത്തരത്തിലൊരു കസ്റ്റഡി നടപടി പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡി എടുക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ പോയി തിരിച്ചുകൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കൃത്യമായ റിമാൻഡ് റിപ്പോർട്ട്, അതായത് ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെളിവ് സഹിതമുള്ള റിമാൻഡ് റിപ്പോർട്ട്. ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ആളാണ്, നിരന്തരം ഹണി റോസിനെ വേട്ടയാടിയ ആളാണ്. അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ ഞങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. ആ തെളിവുകളൊക്കെ പരിശോധിച്ച ശേഷം ഇയാളെ റിമാൻഡിൽ വിടണം. നിലവിൽ ഇയാൾ പുറത്തു വന്നാൽ ഈ കേസിന്റെ മെറിറ്റിനെ ആകെ ബാധിക്കും. അത് ഈ ഒരുപക്ഷെ ഇരയടക്കം ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന സാഹചര്യങ്ങൾ വീണ്ടും ഉണ്ടാകും. അക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചത്. ആ വാദങ്ങളെല്ലാം പ്രാഥമികമായി കോടതി അംഗീകരിക്കുന്നു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് പരിഗണിച്ചത്. ആ കോടതി ഏകദേശം നീണ്ട വാദങ്ങൾ കേട്ടു. അതിനുശേഷം 2 മണിയോടുകൂടി കോടതി വിധി പറയാൻ മാറ്റി. അതിനുശേഷം ആ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷം ഈ നടപടിയിലേക്ക് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ അത് ഓപ്പൺ കോർട്ടിൽ ദൃശ്യങ്ങൾ കാണില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ചേംബറിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പശ്ചാത്തലത്തിൽ കൂടി അതിൽ നിന്ന് കൂടി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയതെന്ന് നമ്മൾ അനുമാനിക്കുന്നു. പല വാദങ്ങൾ പ്രതിഭാഗം ഉന്നയിച്ചു. അതിലൊന്ന്, ഈ സംഭവം നടന്നത് 4 മാസങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ പരാതി ഉയർത്തുന്നതിന് പിന്നിൽ നടിയുടെ വ്യക്തിപരമായ താല്പര്യമാണ്. പുതിയ സിനിമ വരുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോഷൻ പരിപാടി, നടി ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്നു എന്ന ഗുരുതര ആരോപണം അടക്കം ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ ഉന്നയിച്ചു. പക്ഷേ അതൊന്നും മുഖവര കിടക്കാതെ ഇതിൽ കൃത്യമായ ഗൗരവ സ്വഭാവമുണ്ട്. ഈ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് പൊതുസമൂഹത്തിൽ നൽകുന്ന ഒരു തെറ്റായ സന്ദേശമായിരിക്കും. ബോബി ചെമ്മണ്ണൂരിന് രക്തസമ്മർദ്ദം ഉയർന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ ഇനിയിപ്പോൾ എന്താണ് പരിശോധനയ്ക്ക് വിധേയനാക്കുക, ആ തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടോ വിഷ്ണു? അനുജ തീർച്ചയായും അദ്ദേഹത്തിന് വൈദ്യസഹായം നൽകും. അതിലൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ പരിശോധിക്കും. അങ്ങനെയാണെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കും ആശുപത്രിയിൽ വെക്കുക. അതിനുശേഷം സെല്ലിലേക്ക് അല്ലെങ്കിൽ ജയിലിലേക്ക് മാറ്റാനുള്ള നടപടിയായിരിക്കും. അതിപ്പോൾ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്ന് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ആ നടപടി സ്വീകരിക്കുക. അതിനെല്ലാം അപ്പുറത്ത് ഇത് അദ്ദേഹത്തിന്റെ മാനസിക പരിഗണന അത് ഒരു വശത്ത് ഉറപ്പായും പോലീസും കോടതിയൊക്കെ അത് ഉറപ്പാക്കും. അതിനെല്ലാം അപ്പുറത്ത് ഗുരുതരമായ ഒരു ക്രൈം ഇതിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് കോടതി. പ്രാഥമികമായി മനസ്സിലാക്കുകയാണ് കോടതി. പോലീസും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും ഒക്കെ നിരത്തിയ തെളിവുകളിൽ ചില വസ്തുതകളുണ്ട്. ഹണി റോസ് നൽകിയ പരാതിയിൽ ചില വസ്തുതകളുണ്ട്. ആ വസ്തുതകളൊക്കെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ആ വസ്തുതകളിലേക്ക് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് കോടതി പറയുന്നു. ആ ഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചാൽ അത് ഈ കേസിന്റെ മെറിറ്റിനെ അടക്കം ബാധിക്കുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. അതാണ് നിലവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്.